ഹായ്, ഞാൻ റീന വി ജോർജ്. ഇതിനു മുൻപ് 3 വീഡിയോകളിലായി US വിസ എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് US ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെയൊക്കെ ആണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ DS-160 ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ പേജ്, ഒരു ലെറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അത് മസ്റ്റായിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് വേണം. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടത് പാസ്പോർട്ട് നിർബന്ധമായിട്ടും നമ്മുടെ കൈവശം ഒറിജിനൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഒരു ലെറ്റർ നമുക്ക് ലഭിക്കും. അതും നമ്മൾ മസ്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുൻപായിട്ട് നമുക്ക് ബയോമെട്രിക്സ് ഉണ്ടായിരിക്കും. നമ്മളുടെ കണ്ണിൻ്റെ അതുപോലെ തന്നെ ഫിംഗേഴ്സ് എല്ലാം, അതിൻ്റെ എല്ലാം ഡാറ്റാസ് കളക്ട് ചെയ്യും. അപ്പോൾ ബയോമെട്രിക്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂവിന് നമ്മളിപ്പോൾ ഹാജരാക്കേണ്ട രേഖകൾ പറഞ്ഞു. ഇനി നമ്മൾ DS-160 ആണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, അല്ലേ? അപ്പോൾ ഈ DS-160 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ DS-160 ഫോം ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അവർക്ക് എന്തെങ്കിലും ഡാറ്റാസിന് സംശയമുണ്ടെങ്കിലാണ് നമ്മളോട് ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ I-134 എന്ന് പറയുന്ന ബ്രദർ ഫയൽ ചെയ്ത ലെറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ US-ലുള്ള ബ്രദറിൻ്റെ ഇൻവൈറ്റേഷൻ ലെറ്റർ, വിസ ഓഫീസർക്കുള്ള ലെറ്റർ. ഓക്കെ, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബ്രദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ OCI കാർഡ്, പിന്നെ സാലറി സ്ലിപ്സ്, 6 months സാലറി സ്ലിപ്സ് വേണം. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം, അതും 6 months വേണം. പിന്നെ വേണ്ടത് ബ്രദറിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മളുമായിട്ടുള്ള റിലേഷൻ വ്യക്തമാക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് വേണം. പിന്നെ ബ്രദറിൻ്റെ അഡ്രസ് പ്രൂഫ് വേണം, അതിന് ഇലക്ട്രിസിറ്റി ബില്ല് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബ്രദറിൻ്റെ സ്പൗസ് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രദറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടത്. പിന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സ് ആണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വരുന്നത്. നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ഇപ്പോൾ ബ്രദറാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ പോലും നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണം, അതിൻ്റെ 6 months കോപ്പി വേണം. അതുപോലെ തന്നെ നമുക്ക് അസറ്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ലാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അടച്ച റെസിപ്റ്റ് വേണം. നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസ് വേണം. നമ്മൾ ITR ഫയൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 3 years ITR ഫയൽ ചെയ്ത കോപ്പീസ് വേണം. നമുക്ക് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് റെസിപ്റ്റ് വേണം. പിന്നെ നമുക്ക് പെൻഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, 6 months സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം ID പ്രൂഫ് വേണം. ഇത്രയും കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം. ഇൻ്റർവ്യൂവിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് കാണിക്കേണ്ട ഡോക്യുമെന്റ്സ് മാത്രമാണ് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടാൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻ്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് മൊബൈൽസ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും അവിടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പ്രിന്റ് എടുത്ത് കയ്യിൽ വേണം. ഓക്കെ, അത് നമ്മൾ വളരെ ചിട്ടയായിട്ട് അടുക്കി ഓരോന്ന്
പെട്ടെന്ന് എടുക്കാൻ പാകത്തിന്, ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം, കോൺഫിഡൻസോട് കൂടി നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. മറ്റൊന്ന്, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇന്റർപ്രറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ആവശ്യപ്പെടുക. അത് അവിടെ പ്രത്യേക ഫീസൊന്നുമില്ല, നമ്മളത് ആവശ്യപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അവരുടെ ആക്സെന്റും നമ്മളുടെ ആക്സെന്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ എളുപ്പമായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് ഉണ്ടെങ്കിൽ പോലും ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രാൻസ്ലേറ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് കൂടുതൽ നല്ലതാണ്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട്, അതായത് അവർ ചോദിക്കുന്നതിന് ആൻസേഴ്സ് പറയുക, കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് കൂടുതൽ ഭംഗി. അതായത് കൂടുതൽ നമ്മൾ സംസാരിച്ച് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നതിന് മാത്രം ആൻസേഴ്സ് പറയുക. പിന്നെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. പിന്നെ ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, DS 160 ആണ്. അതിൽ നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, നമ്മൾ DS 160 പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇല്ലേ, അതിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുന്നതായിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ സംസാരിച്ചു പോകരുത്. നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. അതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഞങ്ങളുടെ വിസ ഓഫീസർ ഒരു ലേഡി ഓഫീസർ ആയിരുന്നു. അവർ വളരെ സൗമ്യമായിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ റെസ്പെക്റ്റോടു കൂടി അവരോട് സംസാരിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ മാത്രമാണ് അവർ കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്മളോട് ആവശ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ഞങ്ങളുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ചോദിച്ചില്ല. അഡീഷണൽ ആയിട്ട് ഒരു ഡോക്യുമെന്റ്സും ചോദിച്ചില്ല. എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയെങ്കിലും ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. പിന്നെ സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സിംഗപ്പൂർ, ദുബായ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവരെ ചോദിച്ചു. അതായത് ഇപ്പം നമ്മൾ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുള്ള ഒരു ധാരണ അവർക്ക് തോന്നി. പിന്നെ മറ്റു കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി, പക്ഷേ കൂടുതൽ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് ശേഷം നമുക്ക് വിസ തരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ പാസ്പോർട്ട് വാങ്ങിച്ചു വയ്ക്കും. പിന്നീട് നമ്മളെ കളക്ഷൻ സെന്റർ പറയുന്നുണ്ട് നമ്മുടെ DS 160 അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പാസ്പോർട്ട് തിരിച്ചു നൽകും. ഓക്കെ, നമ്മളെ വിസ ഓഫീസർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു നമ്മളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അപ്പോൾ അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ ലഭ്യമാകും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, അതോടൊപ്പം നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.